നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആലപ്പാട് ഖനന വിഷയത്തിൽ കടുംപിടുത്തത്തിൽ തന്നെയാണ് വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ. ആര് വിചാരിച്ചാലും ആലപ്പാട്ടെ ഖനനം നിർത്താൻ കഴിയില്ലെന്ന് മന്ത്രി ആവർത്തിച്ചു തന്നെ പറയും. കമ്പനി പൂട്ടിക്കാനുള്ള ശ്രമങ്ങളും വിജയിക്കാൻ പോകുന്നില്ല. ആലപ്പാട്ടുകാരനായ ഒരാൾ പോലും ഇതുവരെ പരാതിയുമായി വന്നിട്ടില്ല. പ്രശ്നത്തിൽ മുന്നണിയിൽ ഭിന്നാഭിപ്രായമില്ലെന്നും ഇ.പി. ജയരാജൻ വ്യക്തമാക്കുകയാണ്. എന്നാൽ അല്പം മയപ്പെടുത്തിയാണ് പാർട്ടി സെക്രട്ടറി കോടിയേരി പ്രതികരിച്ചത്. പ്രശ്നത്തിൽ സർക്കാർ ഇടപെടുമെന്ന് കോടിയേരി പറഞ്ഞപ്പോൾ ജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തീരുമാനമെടുക്കില്ലെന്നാണ് മന്ത്രി ജി സുധാകരൻ പറയുന്നത്. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആലപ്പാട് വിഷയത്തിൽ മന്ത്രി ഇ.പി. ജയരാജന്റെ കടുംപിടുത്തത്തോട് യോജിപ്പുണ്ടോ? യോജിക്കാനാവുന്നതാണോ വ്യവസായ മന്ത്രിയുടെ നിലപാട്? FB പോളിലൂടെ പ്രേക്ഷകർക്ക് ചർച്ചയ്ക്കൊപ്പം ചേർന്നുകൊണ്ട് അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. പ്രൈം ഡിബേറ്റിൽ പങ്കുചേരുന്നത് CPM നേതാവ്, മത്സ്യത്തൊഴിലാളി യൂണിയൻ CITUവിന്റെ ജനറൽ സെക്രട്ടറി PP ചിത്തരഞ്ജൻ, KPCC സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാല, അതുപോലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ SR ശക്തിധരനും ശ്രീ A സജീവനും മാധ്യമപ്രവർത്തകരും ചർച്ചയിൽ എത്തിച്ചേരും. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. ഇപ്പോൾ മത്സ്യഫെഡ് ചെയർമാൻ, മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജനറൽ സെക്രട്ടറി PP ചിത്തരഞ്ജൻ, CPM നേതാവ് ചേരുന്നു. KPCC സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാലയുണ്ട്, SR ശക്തിധരൻ, അതുപോലെ A സജീവൻ എന്നിവരാണ് അതിഥികളായി ഉള്ളത്. ചിത്തരഞ്ജൻ, ഇന്ന് ആദ്യമായല്ല, വ്യവസായ മന്ത്രി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കടുത്ത നിലപാടാണ് അദ്ദേഹത്തിന്. ഈ ഖനനം നിർത്തിവെച്ചൊന്നും ഒരു ചർച്ചയുമില്ല എന്ന് തീർത്തു പറയുകയാണ് വ്യവസായ മന്ത്രി. എന്നാൽ മറ്റു മന്ത്രിമാർ കുറച്ചുകൂടി അനുരഞ്ജനത്തിന്റെ പാതയിലാണ് സംസാരിക്കുന്നത്. ഇന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തീരുമാനം ഒന്നും എടുക്കില്ല, കേൾക്കുന്നവർക്ക് കാര്യം മനസ്സിലാവും. മേഴ്സിക്കുട്ടിയമ്മയും അതുപോലെ ഒരു നിലപാട് സ്വീകരിക്കുന്നു. കുറച്ചുകൂടി നോക്കിയാൽ പാർട്ടി സെക്രട്ടറിയും ഒറ്റ വായനയിൽ നോക്കിയാൽ ഈ പറയുന്നത് ഇടപെടും, സർക്കാർ ഇടപെടും എന്ന നിലയിൽ മയപ്പെടുത്തി പറയുന്നു. പക്ഷേ മന്ത്രി ഇ.പി. ജയരാജൻ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത വിധം വ്യവസായ മന്ത്രി ഒരു കണിശത കാട്ടുകയാണ്. ആരെയാണ് വിശ്വസിക്കേണ്ടത് ആലപ്പാടിന്റെ കാര്യത്തിൽ? വ്യവസായ മന്ത്രി വസ്തുതാപരമായി തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്. കാരണം പൊതുമേഖലയിൽ നടന്നു വരുന്ന ഈ ഖനനം ഇനി ഇവിടെ നിർത്തിവെക്കുക എന്ന് വെച്ചാൽ ആ നിർത്തിവെക്കുന്നതിൻ്റെ മറവിൽ വീണ്ടും ഇവിടെ ഇതുപോലെ ഖനനം നടന്നില്ലെങ്കിലും കരിമണൽ കടത്ത് നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യവും ചെയ്തുകൂടാ എന്നുള്ള താല്പര്യം തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനുള്ളത്. ശാസ്ത്രീയമായ നിലയിൽ തന്നെ ഖനനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഇപ്പോൾ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ആത്മാർത്ഥമായി ശ്രമിക്കുകയാണ്. IRE എന്ന് പറയുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഈ കാര്യത്തിൽ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ധാരണയ്ക്കനുസരിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സീ വാഷ് ഒഴിവാക്കുവാൻ തയ്യാറാകണം. അത്തരമൊരു നിലപാടാണ് CPIM-ഉം അതുപോലെ തന്നെ CITU എല്ലാം മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ നാടിൻ്റെ ധാതുസമ്പത്ത് നാടിൻ്റെ വികസനത്തിനായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. അതിനാവശ്യമായ കാര്യങ്ങളാണ്. ഇതിൻ്റെ ഒരു ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ അറിയാമല്ലോ. ഏതാണ്ടിപ്പോൾ ഈ സമരം ചെയ്യുന്ന ആൾക്കാരുടെ വർത്തമാനം കേട്ടാൽ ഈ കഴിഞ്ഞ ഏതാനും ദിവസക്കാലത്തിനുള്ളിൽ ഇവിടെ ആരംഭിച്ചതാണ് എന്ന് തോന്നുന്ന നിലയിലാണ്. അല്ല ശ്രീ ചിത്രരഞ്ജൻ, ആ പറയുന്നതിൽ ചില തെറ്റുണ്ട്. കാരണം അവരും പറഞ്ഞത് എത്രയോ കാലമായി സമരം നടന്നു, ഞങ്ങൾ ചർച്ചയ്ക്കായി തിരുവനന്തപുരത്ത് പോകും, അവിടെ വെച്ച് പല കാര്യങ്ങളിലും പോകുന്ന ആളുകളെ അടക്കം തെറ്റിദ്ധരിപ്പിക്കും, അല്ലെങ്കിൽ അവരെ വിലക്കെടുക്കും, അല്ലെങ്കിൽ IRE പറയുന്നത് ഒന്നും ചെയ്യുന്നില്ല. സർക്കാരിനും ആ നിലപാടുണ്ട്, മന്ത്രിമാരും അത് പറയുന്നുണ്ട്. 50 മുതൽ ഇങ്ങോട്ടുള്ള ഖനനത്തിന്റെ ഒരു ചരിത്രം ഇക്കാര്യത്തിലുണ്ട്. ആ നിലയിൽ ഇപ്പോൾ തന്നെ ഒരു 70 ദിവസം 75 ദിവസം പിന്നിട്ടൊരു സമരം ചെയ്യുമ്പോൾ ഒരു കൊടിയും രണ്ടാളും ഉണ്ടെങ്കിൽ എവിടെയും സമരമാകാം എന്ന് ഇ.പി. ജയരാജനെ പോലെ ഒരു മാർക്സിസ്റ്റ് നേതാവ് പറയുന്നത് അധികാരത്തിന്റെ തണലിൽ മാത്രമാണ്. അത് എന്നു മുതലാണ് ഈ സമരങ്ങളോട് ഇത്ര പുച്ഛമായി തുടങ്ങിയത്? ഇവിടെ സമരത്തിൻ്റെ പുച്ഛത്തിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സമരം 2 മാസക്കാലം നടന്നു കഴിഞ്ഞതിന് ശേഷമാണല്ലോ യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കപ്പെട്ടതാണ് ഇന്ന് എത്തിയിരിക്കുന്നൊരവസ്ഥ. ആ പ്രദേശത്ത് തന്നെ നമ്മുടെ രാജ്യത്തെ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമുദായ സംഘടനകളും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. ആലപ്പാട്ടിലെ അടക്കമുള്ള പ്രദേശത്തെ ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങളൊന്നും പരസ്യമായി സമരവുമായി ബന്ധപ്പെട്ട് വരുവാൻ തയ്യാറായിട്ടില്ല. അതിനർത്ഥം അവിടെ എല്ലാം സുഖമായി നടന്നുകൊണ്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇതിനൊരു വലിയ ചരിത്രമുണ്ട്. IRE-യുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ലീസായാലും മറ്റ് എഗ്രിമെൻറ്റുകളാണെങ്കിലും
അതിൻ്റെ അടിസ്ഥാനത്തിൽ പരമ്പരാഗതമായി ആ കാര്യങ്ങൾ നടന്നു വരികയാണ്. ആ നടന്നു വന്ന പ്രക്രിയയിൽ ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ ഈ ചർച്ചയും അല്ലെങ്കിൽ ഈ സമരസമിതി പറയുന്നത് കേട്ടാൽ അവിടുത്തെ ഭൂപ്രദേശം മുഴുവൻ നഷ്ടപ്പെട്ടു പോയെന്നൊരു കണക്കാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് എന്താ? ഭൂമി നഷ്ടപ്പെട്ടിട്ടില്ലേ? ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭൂമിക്ക് കുറവ് വന്നിട്ടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അതെ, അല്ല, അതിനകത്ത് അങ്ങനെയല്ല ആ പ്രശ്നത്തെ കാണേണ്ടത്. 16.5 കിലോമീറ്റർ ആണ് കരപ്രദേശം ഈ ആലപ്പാടിനുള്ളത്. 16.5 കിലോമീറ്റർ. അതിൽ 16 കിലോമീറ്റർ പ്രദേശത്തും കടൽഭിത്തിയുണ്ട്. ഈ കടൽഭിത്തി ഇന്ന് വന്നു നിൽക്കുന്ന പ്രദേശം പണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പടിഞ്ഞാറ് വശം ഉണ്ടായിരുന്ന പ്രദേശങ്ങളിൽ പണ്ട് വീടുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളുണ്ടായിരുന്നു എന്നുള്ളതെല്ലാം യാഥാർത്ഥ്യമാണ്. ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ കടൽ തീരത്തുകൂടെ യാത്ര ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവിടെ പോയിട്ടുള്ള ഏതൊരാൾക്കും കാണാൻ കഴിയുന്നൊരു വസ്തുതയില്ലേ? ഇന്ന് കടൽഭിത്തി നിൽക്കുന്നതിൻ്റെ എത്രയോ കിലോമീറ്റർ പടിഞ്ഞാറ് വരെ ഒരു കാലത്ത് പണ്ട് കടലുണ്ടായിരുന്നെന്ന് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാ വ്യത്യാസങ്ങളും എല്ലാ പ്രദേശത്തും സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ അല്ല എന്നാണ് അവർ പറയുന്നത്. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മീറ്റർ വീതി പോലും ഇല്ലാത്ത പ്രദേശങ്ങളുണ്ട്. 5000-ഓളം ആളുകൾക്ക് ആ പ്രദേശം വിട്ടുപോകേണ്ടി വന്നു. 2011 സെൻസസ് എടുക്കാം. 5229 കുടുംബങ്ങൾ, 21,655 ആളുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശത്തെ കുറിച്ച് അവിടെ ജീവിക്കുന്നവരുടെ ആശങ്ക എങ്ങനെയാണ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ അവിടെ ജീവിക്കുന്നവരുടെ ആശങ്കയും നിങ്ങൾ ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ അത്ര വലിയ ഭീകരമായ ഒരു അവസ്ഥയിലാണെങ്കിൽ ഞാൻ ഈ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, മുഖ്യധാരയിലുള്ള ആരാണ് അതിന്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്? ഈ മെനിഞ്ഞാന്നാണല്ലോ ഒരു സമരത്തിന്റെ ഭാഗം എന്നുള്ള നിലയിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഒരു സമരത്തിന് വേണ്ടി അദ്ദേഹം വന്നത് അദ്ദേഹം കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ കഴിഞ്ഞ സ്ഥാനാർത്ഥി കൂടെ ആയിരുന്നു. ആ പ്രദേശത്ത് തന്നെ കരുനാഗപ്പള്ളിക്കാരനായിട്ടുള്ള ആളാണ്. അദ്ദേഹമായാലും അല്ലെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമായാലും മറ്റേതൊരു പ്രസ്ഥാനമായാലും ആ പ്രസ്ഥാനങ്ങൾക്കൊന്നും ജനങ്ങളോടൊരു ബന്ധമില്ലെന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ലല്ലോ. ഇവിടെ ജ്യോതികുമാർ ചാമക്കാല, ഈ ആക്ഷേപത്തിനൊരു മറുപടി നിങ്ങളും പറയേണ്ടി വരും. സമരം പച്ച പിടിച്ച് വലിയ വാർത്തയായി മാറിക്കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഒരു നിരാഹാരത്തെക്കുറിച്ച് CR മഹേഷും നിങ്ങളും ഒക്കെ ആലോചിച്ചത്. അതുവരെ ആ സമരപന്തലിലേക്ക് നിങ്ങൾ ആരെങ്കിലും കോൺഗ്രസ് ഏറ്റെടുത്തതായോ തിരിഞ്ഞു നോക്കിയതായോ പറയുന്നില്ല. ഇപ്പോഴും സമരം ഏറ്റെടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. ഇപ്പോഴും പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ കാലാകാലങ്ങളായി അവർ ഉന്നയിക്കുന്ന ആക്ഷേപത്തിന്റെ ഒരു പഴി, ഒരു വിഹിതം നിങ്ങൾക്കുമുള്ളതാണ്. സർക്കാരുകളുടെ ഭാഗമായി വന്ന കാലത്തൊന്നും കോൺഗ്രസും ആ നിലയിൽ അവരുടെ പ്രശ്നത്തെ പരിഗണിച്ചിട്ടേയില്ല. ഇപ്പോൾ ഈ സമരത്തിലേക്ക് വരുമ്പോൾ പോലും അത് യഥാർത്ഥത്തിൽ സർക്കാരിനെ അടിക്കാൻ കിട്ടിയ ഒരു വടി എന്ന നിലയിലേക്ക് ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമാണ്. മറ്റൊരു തരത്തിലുള്ള ഒരു ആത്മാർത്ഥതയും നിങ്ങൾക്കില്ല എന്നാണ് ചിത്തരഞ്ജനും പറഞ്ഞു വെച്ചത്. ശരത്തെ, ഞാൻ ഇതിനകത്ത് അമിതമായ രാഷ്ട്രീയം ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നേയില്ല. ചിത്തരഞ്ജൻ പറഞ്ഞതുകൊണ്ട് മാത്രം അത് രാഷ്ട്രീയമാകാനും പാടില്ല. പക്ഷേ ശരത്തും അതിലേക്ക് തന്നെ പോകണം എന്ന് നിർബന്ധിക്കുന്നതായി കാണുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഭൂമിശാസ്ത്രപരമായി അവിടെ വന്നിട്ടുള്ള ഭൂമിയുടെ അളവിലുള്ള കുറവ്, അവിടെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അവിടെ 92 മുതൽ പ്രത്യക്ഷ സമരത്തിലുള്ളത് നമുക്കറിയാലോ. ഇനി വരും തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് തുടങ്ങി ഇഞ്ചക്കാട് എൻ്റെ കവിത വന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി 92-ലായാലും 94-ലായാലും 2002-ലായാലും 2007-ലായാലും 2012-ലായാലും ഒക്കെ സമരം നടന്നിട്ടുണ്ട്. ഇപ്പോൾ സമരം ഇനി ഞാൻ ചിത്തരഞ്ജൻ പറഞ്ഞതിന് കൃത്യമായ മറുപടി അറിയാം. എന്നും എക്കാലത്തും ഈ സമരത്തിന്റെ പോർമുഖത്ത് കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട്. അത് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും ആര് ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല. അത് അവിടുത്തെ എം പി ആയി നേരത്തെ ആലപ്പുഴയിലും തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ MP-മാരായിരുന്നവർ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ഇപ്പോഴത്തെ MP ശ്രീ KC വേണുഗോപാൽ, അതുപോലെ ഇപ്പോഴത്തെ ആലപ്പുഴ DC പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ ലിജു തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ നടത്തിയ സമരം ശ്രീ CR മഹേഷ് മെനഞ്ഞാന്ന് കടന്നപ്പോൾ മാത്രമാണ് നിങ്ങൾ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 75 ദിവസമാണിന്ന്. ഇതിൽ ഭൂരിപക്ഷം ദിവസങ്ങളിലും അവിടെ നിരാഹാരം അനുഷ്ഠിച്ചിട്ടുള്ളത് ആ പ്രദേശവാസികൾ തന്നെയാണ്. അതിൽ ബഹുഭൂരിപക്ഷം 80%-ലധികവും അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് നിരാഹാരത്തിൽ ഉണ്ടായിട്ടുള്ളത്. എല്ലാ പാർട്ടിക്കാരുമുണ്ട്. അവിടെ ഒരു പാർട്ടിയുടെ പേരിൽ സമരം നടക്കരുത്. അവിടെ ഒരു പ്രദേശത്തിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസും CPIയും ഉൾപ്പെടെയുള്ള ഇന്ന് അവിടെ സമരത്തിൽ കിടക്കുന്നത് 3 CPIന്റെ DYFIയുടെ നേതാക്കന്മാരാണ്. ഇന്ന് അവിടെ സമരം അനുഷ്ഠിക്കുന്ന ആ 3 DYFIയുടെ യുവ നേതാക്കന്മാരെ സന്ദർശിക്കാൻ ഏതെങ്കിലും ഒരു CPM നേതാവ് പോയിട്ടുണ്ടോ? അവിടെ ഇന്നും പോയി കണ്ടിട്ടുള്ളത് ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവരാണ്, ശ്രീ VM സുധീരൻ ഉൾപ്പെടെയുള്ളവരാണ്, ശ്രീ PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ളത്. ഇന്നലെ പോയത് ശ്രീ KC വേണുഗോപാലാണ്. ഇന്ന് അവിടെ നിരാഹാരം കിടക്കുന്നത് നേതാക്കന്മാരാണ്. അല്ല, നിങ്ങൾക്ക് പോകൂടെ?
3 ഡിവൈഎഫ്ഐക്കാരാണ്. നിങ്ങളുടെ മന്ത്രി പോയോ? നിങ്ങളുടെ ഒരു MLA പോയോ? നിങ്ങളുടെ ഒരു MLA നിങ്ങളുടെ യൂണിയൻ ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അവരിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. ഞങ്ങൾ ആ ജനങ്ങളുമായിട്ട് ഒന്നും ആ ഭാഗത്ത് പോകാൻ ചിത്രരഞ്ജന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2017 ഈ സമരം തുടങ്ങിയതാരാ? ഈ പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ ചിത്രരഞ്ജൻ, ഇപ്പോൾ ഈ സമരം നടക്കുന്ന മേഖലയിലേക്ക് താങ്കൾക്ക് പോകാനാവും? എന്താ, ഒരു പ്രശ്നമില്ലല്ലോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്ന ആളാണല്ലോ, ഞങ്ങളുടെ പ്രവർത്തകരാണല്ലോ അവിടെ പ്രവർത്തിക്കുന്നത്. എങ്ങനെ തള്ളി പറയുന്നു? ഞാൻ പറഞ്ഞത് അവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും പരസ്യമായി ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് എന്തുകൊണ്ട് വരാൻ തയ്യാറാകുന്നില്ല? വിശ്വസിച്ചല്ലോ അവർ ജീവിക്കുന്നത്. ഇപ്പോൾ മൂന്നാറിലെ സമരം, അവിടുത്തെ സ്ത്രീകൾ സമരം ചെയ്ത് ഏതെങ്കിലും കൊടിയുടെയും രാഷ്ട്രീയ പാർട്ടിയും കണ്ടിട്ടാണോ? അങ്ങനെയും അല്ലാതെ കേരളത്തിൽ സമരം ചെയ്യാൻ നടക്കും. ആ സമരത്തെ ഒന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഈ ഖനനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ വിവാദത്തെ ഇവിടെ പർവ്വതീകരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിനോടൊന്നും ഞങ്ങൾക്കാർക്കും. പക്ഷേ ആ ചർച്ചയ്ക്ക് വരും മുമ്പ് തന്നെ വ്യവസായ മന്ത്രി പറയുന്നത് എന്താണ് ചിത്രൻ? അല്ല, ഇത് നിർത്തിവെച്ചിട്ട് വരണമെന്ന് പറഞ്ഞാലോ? ഖനന അവസാനിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മേഴ്സിക്കുട്ടിയമ്മ അങ്ങനെ പറയാത്തത്? ജി സുധാകരൻ പറയാത്തത് എന്താണ്? വ്യവസായ വകുപ്പ് മന്ത്രി വ്യവസായ വകുപ്പിന്റെ കീഴിലാണ് ഇത് വ്യവസായ വകുപ്പിന്റെ കീഴിൽ വരുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയിലേക്ക് ജനങ്ങൾ വ്യവസായ വകുപ്പിന്റെ കീഴിലല്ലോ. വ്യവസായവുമായി ആ ജനങ്ങൾ വ്യവസായ വകുപ്പിന്റെ കീഴിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരൊന്നും അല്ലല്ലോ. പിന്നെ വ്യവസായ മന്ത്രിയാണ് ഇതിലെ അവസാന വാക്കെന്ന അവസാന വാക്കെന്നുള്ളതല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ വ്യവസായവും. അതുകൊണ്ടാണല്ലോ 16-ാം തീയതി മുഖ്യമന്ത്രി ഒരിക്കലുമല്ല CP ജയരാജൻ ഒരു സൂപ്പർ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു. ഇല്ല, മുഖ്യമന്ത്രി മൗനം മുഖ്യമന്ത്രി വർത്തമാനം പറയേണ്ട സമയത്തെല്ലാം കൃത്യമായി വർത്തമാനം പറയുന്ന മുഖ്യമന്ത്രിയാണ്. വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ ജയരാജൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അഭിപ്രായം വ്യവസായ മന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിന്റെ വ്യവസായ വികസനത്തെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടും കേരളത്തിന്റെ ഈ ധാതു സമ്പത്തിനെ ഇവിടെ കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള ഒരുപറ്റം വരുന്ന ഏജൻസികൾ നമ്മുടെ സംസ്ഥാനത്തിന് വെളിയിലുള്ള പലരും ഏജന്റുമാരാണോ ആലപ്പാട്ടുകാർ എന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ. അതിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞല്ലോ. മലപ്പുറത്തുകാരടക്കമുള്ളവർ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിച്ചോട്ടെ. ചിത്രരഞ്ജന്റെ ജില്ലയായ ആലപ്പുഴ, ചെങ്ങന്നൂർ മുഴുവൻ വെള്ളത്തിൽ പോയി. ഈ മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളുടെ നാടല്ലല്ലോ എന്നോർത്താണോ അവർ നിന്നത്? അവർ കിട്ടിയ ലോറിക്കകത്ത് ബോട്ടും കെട്ടി പോയത് അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ EP ജയരാജനെ പോലെ ഒരു നേതാവിന് പറയാൻ കഴിയുന്ന ഭാഷയാണോ അത്? അദ്ദേഹം ഒരു ഭാഷയിൽ ഒരു വ്യത്യാസം എന്താ അദ്ദേഹം പറഞ്ഞ ഭാഷ? എന്തിനാണ് ആലപ്പാട്ടേക്ക് മലപ്പുറത്തുകാർ? കേരളത്തിൽ എവിടെ ജനകീയ സമരം ഉണ്ടായാലും EP ജയരാജൻ എന്തോ കുഴപ്പം കാണിച്ചിട്ടില്ല, ഒന്നും കാണിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞെന്താ ഈ സമരത്തെ ഇതൊരു അലങ്കാരമായി കാണുന്നത് എനിക്ക് തർക്കമില്ല. ഈ സർക്കാരിന് ഒരു അലങ്കാരമാണെങ്കിൽ ഒരു അലങ്കാരമല്ല, സർക്കാർ ഒരു അലങ്കാരമല്ല. സർക്കാർ ഇത്തരം ജനകീയ സമരങ്ങളോടും ജനകീയ പ്രശ്നങ്ങളോടും എല്ലാം നീതിപൂർവമായ നിലപാട് തന്നെ സ്വീകരിക്കുന്ന ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ. നിങ്ങളുടെ സമയം അപഹരിച്ചാണ് ഞാൻ ചിത്രരഞ്ജനിലേക്ക് പോയത്. ഒന്ന് പൂർത്തിയാക്കൂ. അത് കഴിഞ്ഞ് ശ്രീ സജീവനിലേക്കും അതുപോലെ തന്നെ ശ്രീ SR ശക്തിധരനിലേക്കും. ടെലിഫോൺ ലൈനിൽ ഷാജി ഷൺമുഖനുണ്ട്, സേവ് ആലപ്പാട് സംഘത്തിന്റെ നേതാവ്. ഷാജി, ഒന്ന് തുടരുക. ശ്രീ ചാമക്കാല പൂർത്തിയാക്കൂ. ജ്യോതികുമാർ ചാമക്കാല. ശരത്ത്, ഞാൻ പറഞ്ഞു വന്നത് അവിടെ സമരം നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആരൊക്കെയെന്ന് നോക്കിയിട്ടല്ല. അവിടെ സേവ് ആലപ്പാട് എന്ന് പറയുന്ന ഒരു കോമൺ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരുണ്ട്. പക്ഷേ അവിടെ തിരിഞ്ഞു നോക്കാത്തത് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന CPM-ഉം അവരുടെ നേതാക്കന്മാരും അവരുടെ മന്ത്രിമാരുമാണ്. ഒരാൾ പോലും ആ സമരം 75 ദിവസമായി. ഇപ്പൊ ഒരേ സമയം തന്നെ ചിത്രരഞ്ജൻ ചോദിക്കുന്നു ഞങ്ങൾ താമസിച്ചു വന്നേ എന്താണ്, പിന്നീട് ചോദിക്കുന്നു നിങ്ങൾ എന്തിനു ഹൈജാക്ക് ചെയ്യുന്നു. ഇത് രണ്ടും പരസ്പര വിരുദ്ധമല്ലേ? ഞങ്ങൾക്ക് ഇതിനകത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ല. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മന്ത്രിമാർ തമ്മിൽ എന്തേ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നു? എന്തേ CPIയുടെ നേതാവ് കാനം രാജേന്ദ്രൻ തിരിച്ചു പറഞ്ഞിരിക്കുന്നു? ഒന്ന്. രണ്ട്, നിങ്ങൾ ഈ പ്രാദേശിക വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ, ഇപ്പോഴത്തെ അല്ല, കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് പോലും അന്ന് ഇത് ഇവിടെ ഖനനം പാടില്ല എന്ന് പറഞ്ഞ് പഞ്ചായത്ത് പ്രമേയം പാസ്സാക്കിയപ്പോൾ അന്ന് എതിർത്ത് വോട്ട് ചെയ്തവരാണ് CPM-കാർ. ഇപ്പോഴത്തെ പഞ്ചായത്ത് സമിതി, ഞാൻ ചോദിക്കട്ടെ, ഈ IREയുടെ ഖനന പ്ലാന്റ് നിൽക്കുന്നത് ആ ആലപ്പാട് പഞ്ചായത്തിലെ 16-ാം വാർഡിലാണ്. ആ പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പർ CPM ആണ്. അദ്ദേഹം അവിടുത്തെ ജോലിക്കാരനാണ്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടില്ലേ? സസ്പെൻഡ് ചെയ്തപ്പോൾ CPM സമരം നടത്തിയില്ലേ? അദ്ദേഹത്തെ തിരിച്ചെടുത്തപ്പോൾ CPM-ന്റെ സമരം അവിടെ അവസാനിപ്പിച്ചില്ലേ? പാർട്ടിയുടെ സമരം അവസാനിപ്പിച്ചത് ഈ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായ ഉണ്ണികൃഷ്ണൻ തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ മാത്രമാണ് അവിടെ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു, CPM സമരം ചെയ്തു, തിരിച്ചെടുത്തു, പിരിച്ചുവിട്ടു. ഞങ്ങളെ സംബന്ധിച്ചതല്ല. ഞങ്ങൾ അവിടുത്തെ ആലപ്പാട്ടിലെ ജനങ്ങളോടൊപ്പമാണ്. ആലപ്പാട്ടിലെ പ്രകൃതി നശിക്കുന്നു. അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ കഴിയുന്നില്ല. അവർക്ക് അവിടെ കുടിവെള്ളക്ഷാമം ഉണ്ടാകുന്നു. അവർക്ക് കാലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന ചാകര കിട്ടുന്നില്ല. അവരെ സംബന്ധിച്ച് ഓരോ ദിവസവും കഴിഞ്ഞു പോക്കിന്റെ പ്രശ്നങ്ങളുണ്ട്. അതിനകത്ത് കൃത്യമായ രാഷ്ട്രീയത്തിന് അതീതമായ പൊതുജനങ്ങളുടെ സന്ദർഭത്തിലാണ് മന്ത്രിയെ പോലുള്ള അല്ലല്ല ഒരു കാര്യം
EP ജയരാജൻ മന്ത്രി പറയുന്നത് പോലെ ഖനനം നിർത്തിവെച്ചൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല എന്നൊരു നിലപാട് ഇക്കാര്യത്തിൽ എടുക്കുന്നുണ്ട്. അതിൽ കോൺഗ്രസിന്റെ വിശദമായ ഒരു അഭിപ്രായം കൂടി കേൾക്കാൻ താല്പര്യമുണ്ട്. ഞാൻ വരാം. ശ്രീ സജീവൻ, ഇതിൽ മന്ത്രി EP ജയരാജൻ തുടർച്ചയായി സ്വീകരിക്കുന്ന ഈ പരസ്യ നിലപാട് നൽകുന്നൊരു സൂചന, അത് മനസ്സിലാക്കുമ്പോൾ താങ്കൾക്ക് അതിനോട് യോജിപ്പുണ്ടോ വിയോജിപ്പുണ്ടോ? ഇല്ല, ഒരിക്കലും യോജിക്കാൻ കഴിയില്ലല്ലോ. EP ജയരാജൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർക്കാരിനെ വെട്ടിലാക്കുന്ന രൂപത്തിൽ പല വിവരക്കേടുകളും അല്ലെങ്കിൽ ബോധപൂർവം അല്ലാതെ ബോധപൂർവമാണെന്ന് പറയുന്നില്ല, അത് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടുത്തെ ചിത്തരഞ്ജൻ പറഞ്ഞല്ലോ, അവിടെ പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിൽ നേതൃത്വത്തിലുള്ള സമരം നടക്കുന്നത്. പക്ഷേ ചിത്തരഞ്ജൻ തന്നെ സംബന്ധിച്ച പോലെ അവരുടെ ആളുകൾ കൂടി സമരത്തിലുണ്ട്. അങ്ങനെയുള്ള സമരത്തെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആളുകൾ സമരത്തിലുണ്ട് എന്ന് ചാമക്കാലയും ചിത്തരഞ്ജനും കൂടെ പറയുന്നു. അങ്ങനെയുള്ള സമരത്തെയാണ് EP ജയരാജൻ വളരെ മോശമായിട്ട് ഇതേതോ മലപ്പുറത്തുകാരെ മറ്റെന്തോ താല്പര്യമുള്ള ആളുകൾ സമരം ചെയ്യുന്നു എന്ന രൂപത്തിൽ പറഞ്ഞത്. അത് ഒരു സമരത്തോട് ഇത്ര ഒരു കൊടിയും രണ്ടാളുകളും ഉണ്ടെങ്കിൽ എന്തും ആവാമെന്നുള്ള രൂപത്തിലൂടെ പറയുമ്പോൾ ഈ പറയുന്ന അവിടെ ഇന്ന് പോലും അവിടെ സമരരംഗത്തുള്ള ഈ CPM-കാരെ DYFI-കാരെയൊക്കെ അപഹസിക്കുന്ന ഒരു നിലപാടല്ലേ ഉള്ളത്. മാത്രമല്ല ഇത് ഒരു സർക്കാരിന് പ്രശ്നം വരും. ഭരിക്കുന്ന പാർട്ടിക്ക് എപ്പോഴും വാക്കുകൾ അങ്ങനെയാണ് ആർക്കും തോന്നുക. അതല്ല ഡിവൈഎഫ്ഐക്കാരെ അങ്ങനെയില്ല. അവിടെ ഒരു ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. എല്ലാം അതിനകത്ത് ഡിവൈഎഫ്ഐ അല്ല. പ്രവർത്തകരെ തിരിച്ചറിയാൻ കഴിയാതെ ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? എന്താ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്നുള്ള വാദം വീണ്ടും ഉണ്ടോ? ഞാൻ ഉറച്ചു നിൽക്കുന്നു. അവിടെ ഇന്ന് സമരരംഗത്തുള്ളത് 3 ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാണ്. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? അവിടെ ഇന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരല്ല സമരരംഗത്തുള്ളതെന്ന് അങ്ങേക്ക് തുറന്നു സമ്മതിക്കാമോ? ഈ ക്യാമ്പയിനുമായി നിൽക്കുന്നവരെ കുറിച്ചൊന്നും ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. അല്ല, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എന്താ പറഞ്ഞത്? നമ്മൾ ചർച്ച കേരളത്തിന്റെ ഇന്ന് അവിടെ ദേവാലപ്പാടിന്റെ പ്ലാറ്റ്ഫോമിൽ അവിടെ സമരരംഗത്തുള്ളത് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ തന്നെയാണ്. അവര് മാത്രമേ ഉള്ളൂ? അവരും ഉണ്ടല്ലോ. അവര് മാത്രമേ ഉള്ളൂ. ഒരു സമരത്തെയാണ് കേരളത്തിന്റെ വ്യവസായ മന്ത്രി അപമാനിക്കുന്നത്. 24 മണിക്കൂർ നിരാഹാരം കിടക്കുന്ന മുഴുവൻ വികാരമാണെങ്കിൽ അവിടെ പിറ്റേ ദിവസം ഇത് പ്രവർത്തിക്കത്തില്ലല്ലോ. അങ്ങനെയാണോ അർത്ഥം? പ്രവർത്തിക്കുവോ? ആ നാട്ടിലെ ജനങ്ങളെല്ലാം ഞാൻ ചോദിച്ചോട്ടെ, സാമാന്യം നമ്മൾ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർ ജനങ്ങളും നിങ്ങൾ അങ്ങനെ ധരിക്കുന്നുണ്ടോ? ആ സമരത്തിന് ആലപ്പാടിന്റെ പൂർണ്ണ ജനപിന്തുണ ഇല്ലെന്നാണോ? 100% ഞാൻ ആവർത്തിച്ച് പറയുന്നു. അല്ലെങ്കിൽ ഒരു നിമിഷവും നടക്കത്തില്ല. ജനങ്ങളുടെ മുഴുവൻ പിന്തുണയുള്ള ഒരു സമരമാണ് അവിടെ നടന്നെങ്കിൽ ആ സമരത്തിന് ജനങ്ങളെല്ലാം പിന്നെ എങ്ങനെയാണ് ഇതുവരെ പോലീസ് ഇടപെടേണ്ട ഒരു സാഹചര്യം വന്നില്ലല്ലോ. പോലീസിനെ ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ ഭരണത്തിന്റെ ഹുങ്ക് കൊണ്ടാണ് എന്ന് പറയാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു? അതെന്തുകൊണ്ട്? അവിടുത്തെ ജനങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, പിന്തുണയുണ്ടെങ്കിൽ ഈ സമരം ഇങ്ങനെയാണോ നിൽക്കുന്നത്? അവിടുത്തെ ആ സമരത്തിന്റെ സപ്പോർട്ടിനെ കുറിച്ച് CPM മനസ്സിലാക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി മത്സ്യത്തൊഴിലാളി യൂണിയൻ ആ മേഖലയുടെ ഞാൻ പറഞ്ഞല്ലേ, ഞങ്ങൾ ഈ വിഷയത്തിൽ 4 കാര്യങ്ങൾ ഗവൺമെന്റ് അത് മനസ്സിലായി. ഞാൻ ചോദിച്ചു, ഇപ്പോഴത്തെ സമരത്തിൽ എത്രമാത്രം ജനപങ്കാളിത്തമുണ്ട്? ഇപ്പോഴത്തെ സമരത്തിൽ ആ സമരത്തിൽ ഉന്നയിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. എത്രമാത്രം ജനപങ്കാളിത്തമുണ്ട്? ജനപങ്കാളിത്തത്തെ ചോദ്യം ചെയ്തല്ലോ ചിത്തരഞ്ജൻ. അവിടുത്തെ ജനപങ്കാളിത്തത്തിന്റെ കുറവ് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമാണെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരടക്കം അവിടെ ഓരോ ദിവസക്കാലത്തെ സമരത്തിലുള്ളവരുടെ നമ്പർ എടുത്ത് നിങ്ങൾക്കെല്ലാം പരിശോധിക്കാമല്ലോ. ഈ ആലപ്പാടിലെ മുഴുവൻ ജനങ്ങളും അങ്ങോട്ട് ഒഴുകുകയാണോ? ഷാജി ഷൺമുഖൻ, സേവ് ആലപ്പാടിന്റെ പ്രതിനിധി ഷാജി ഷൺമുഖൻ, വളരെ പ്രധാനപ്പെട്ട വിമർശനമാണ് മന്ത്രി പറഞ്ഞതിന്റെ ആകത്തുക ഇതാണ്. ആലപ്പാടിന്റെ പൂർണ്ണ പിന്തുണയില്ലാത്ത, ജനപിന്തുണയില്ലാത്ത ഒരു സമരമാണ്. അതുകൊണ്ടാണ് കേരളത്തിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ നിന്ന് ആളുകൾക്ക് അവിടെ വരേണ്ടി വരുന്നത്, അങ്ങനെ ആ സമരപന്തൽ നിറയ്ക്കുന്നത്. ആലപ്പാടിന്റെ പിന്തുണയില്ലാത്ത സമരമാണ് എന്ന് മത്സ്യത്തൊഴിലാളി യൂണിയന്റെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഗൗരവമായി ഉന്നയിക്കുമ്പോൾ ഷാജി ഷൺമുഖൻ, ഞാൻ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ജ്യോതികുമാർ ചമക്കന്റെ ഒരു മറുപടിയാണ്. ഈ ജ്യോതികുമാർ പറയുന്നത് പോലെ ഇതിനൊരു രാഷ്ട്രീയ മുഖമൊന്നുമില്ല. ആദ്യമായിട്ട് പറയട്ടെ, ഇപ്പൊ ഗവൺമെന്റ് ഈ സമരത്തെ ഈ സർക്കാർ ഇത് പിന്നെ ശ്രദ്ധ ചെലുത്തുന്നതും മുഖ്യമന്ത്രി ഉന്നതങ്ങളിൽ യോഗം വിളിക്കുന്നതൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ സർക്കാരിനെതിരെയല്ല സമരം ചെയ്യുന്നത്.
ഇവിടുത്തെ ഈ IRL എന്ന് പറയുന്ന ഭീകരമായ പൂർണ്ണ പിന്തുണയുള്ള സമരമല്ല അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് സർക്കാരിനും പോലീസിനും ഇടപെടേണ്ടി വരാതിരിക്കുന്നത്. അതിലേക്ക് വരികയാണ്, ജനപിന്തുണയുടെ കാര്യം പറയുന്നതിലേക്ക് വരികയാണ്. അതായത് പിന്നെ ചിത്രരഞ്ജൻ സഖാവ് പറഞ്ഞൊരു കാര്യം, 1971 ഇവിടെ സമരം നടന്നു. CPI-യും CPM ചേർന്നു. അത് TV തോമസും TK യദുവാനും ഒക്കെ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അത് സമരം നടന്നു. 1971 മുതലുള്ള സമരം നടത്താണ്. 1990 സമരം നടന്നു CPM-ന്റെ നേതൃത്വത്തിൽ. 2017 CPM-ന്റെ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോഴത്തെ സമരത്തിൽ ആലപ്പാട് ജനത, ഞങ്ങളുടെ ഈ സമരത്തിന്റെ ഒരു രീതിയുണ്ട്. ഒരാൾ ഒരു ദിവസം വെച്ച് കിടക്കുന്നത്, ഒരാൾ ഒരു ദിവസം വെച്ച് കിടക്കാം, അതിനെപ്പറ്റി ആർക്കെങ്കിലും വന്ന് കിടക്കാം. ഇന്ന് DYFയുടെ ഏരിയ കമ്മിറ്റി മെമ്പറായ പിന്നെ രാഹുൽ രാജൻ ഉൾപ്പെടെ ഇന്ന് DYFI ഏരിയ കമ്മിറ്റി അംഗമാണ് കിടക്കുന്നത്. രാഹുൽ രാജനും ഇവിടുത്തെ വില്ലേജ് കമ്മിറ്റി മെമ്പറായ 3 പേരും, അങ്ങനെ അവർ 6 പേര് ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ രാഷ്ട്രീയം ഇതിനകത്ത് ഞങ്ങൾക്ക് ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട വിവരം കൂടി ആധികാരികമായി പറഞ്ഞു. ഇന്ന് സമരം ചെയ്യുന്നത് DYFIയുടെ പ്രാദേശിക നേതാക്കളാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സമരത്തിന് ആലപ്പാടിന്റെ പൂർണ്ണ പിന്തുണയുണ്ടോ? പൂർണ്ണ പിന്തുണയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഗവൺമെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ അതിന് വേറൊരു തരത്തിലല്ല. ഷാജിക്ക് എന്താണ് അഭിപ്രായം? ഹിതപരിശോധന നടത്തുക. ഞങ്ങൾ ഇവിടെ 99%. നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു സമരത്തെ കുറിച്ച് നിങ്ങൾക്കൊരു അഭിപ്രായമില്ലേ? അതിന് ഇനി ഹിതപരിശോധന വെളിയിൽ നിന്ന് ആൾ വന്ന് നടത്തണമോ? ഷാജി ഷംഭുവിന് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കേൾക്കാനാണ് എന്റെ ചോദ്യം. അവിടുത്തെ സമരത്തിന് ജനപിന്തുണയില്ല, ആലപ്പാടിന്റെ പിന്തുണയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തു പറയും? അയ്യാറിയിലെ 100ഓളം തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ഒഴിച്ച് ബാക്കി ആലപ്പാട് പഞ്ചായത്തിലെ 25,000 ജനങ്ങളിൽ ബാക്കി 24,900 ജനങ്ങളും ഈ സമരത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശരി, അതാണ് നിങ്ങളുടെ നിലപാട്. രണ്ട് ഒരു ഒറ്റ കാര്യം കൂടി, ഈ ഖനനം നിർത്തിവെച്ച് ചർച്ച വേണമെന്ന് അവിടെ നിങ്ങളുടെ സമരസമിതിയുടെ ആളുകൾ പറയുന്നുണ്ടല്ലോ. അത് കഴിയത്തില്ല, അത് നടക്കില്ല എന്നാണ് വ്യവസായ മന്ത്രി വീണ്ടും ആവർത്തിച്ചു പറയുന്നത്. ഖനനം നിർത്തിവെച്ച് ചർച്ച വേണോ? നമ്മുടെ അങ്ങനെയാണല്ലോ ഒരു വിഷയത്തെ കുറിച്ച്. ആ വിഷയം പഠിക്കണമെങ്കിൽ അത് നിർത്തിവെച്ചാലേ അറിയാൻ പറ്റുള്ളൂ. നിർത്തിവെച്ച് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യണമെന്ന് ഞങ്ങളുടെ അഗ്നിത്വമാനം മുദ്രാവാക്യം. പിന്നെ സർക്കാർ പിടിക്കുന്ന ചർച്ചകളിൽ, ആ ചർച്ചകളിൽ ഞങ്ങളുടെ നിലപാടുകൾ ഞങ്ങൾ വ്യക്തമാക്കും. നിങ്ങൾക്ക് അങ്ങനെ പിടിവാശിയില്ല? ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് 100% പിടിവാശികളൊന്നുമില്ല. ഈ ശ്രീകുമാറും ചന്ദ്രദാസും അങ്ങനെയല്ലേ നിങ്ങളുടെ ചെയർമാന്റെ പേര്, അവരൊക്കെ മറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഖനനം നിർത്തിവെക്കാതെ ഒരു ചർച്ചയും സാധ്യമല്ല. ഇത്രയും നാൾ ചർച്ച ചെയ്ത് ഞങ്ങളെ പരിഹസിക്കുകയായിരുന്നു ഈ സർക്കാർ എന്നുള്ളതല്ല, തുടർച്ചയായി. അതൊരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് എന്റെ ചോദ്യം. ആ ആശങ്ക കൊണ്ടാണ് ഞങ്ങൾ. പിന്നെ ഇന്നത്തെ ഗവൺമെന്റിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പറയുന്നത് ഇത് നിർത്തിവെച്ച്. അതായത് അപ്പോ ഈ വ്യവസായ മന്ത്രി EP ജയരാജൻ പറയുന്ന ഈ വാക്കുകളിലൊന്നും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പരിഭവമില്ല? പരാതിക്കാരിൽ ഒരാളും ആലപ്പാട്ടുകാരല്ല, മലപ്പുറത്തുകാർ വന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഖനനം നിർത്തിവെച്ച് ചെയ്യാൻ കഴിയില്ല, അങ്ങനെ നിർത്തിവെക്കാൻ പറയുന്നതിന്റെ ലക്ഷ്യം മനസ്സിലാകും. EP പറഞ്ഞതിലോ മറ്റു ഒന്നും ഞങ്ങൾ സമരസമിതിക്കാരുടെ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വിഷയം ഞങ്ങൾക്ക് ഇവിടെ ജനിച്ച മണ്ണിൽ ജീവിക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ തീരുമാനിക്കുന്ന വ്യവസായ മന്ത്രിയാണെന്നുള്ള സ്വരത്തിലാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ അദ്ദേഹം പറഞ്ഞതിനോട് ഒന്നും ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാഗം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടോ തെറ്റായ കാരണം കൊണ്ടോ പറഞ്ഞായിരിക്കാം. പക്ഷെ അതിലൊന്നും ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ജീവിച്ച മണ്ണിൽ ഞങ്ങളുടെ തൊഴിലിടം നഷ്ടപ്പെടുന്നു. ശരി, ഞാൻ ഷാജിയിലേക്ക് മടങ്ങി വരാം. ഇവിടെ ഈ രൂപത്തിൽ സങ്കീർണമാണ് സാഹചര്യം. ശ്രീ സജീവൻ പറഞ്ഞു വന്നതൊന്നും പൂർത്തിയാക്കാം, അതിനിടയിലാണ് തർക്കം വന്നത്. ഏതായാലും ഒരു കാര്യം മനസ്സിലായി, എല്ലാവരും സമരരംഗത്തുണ്ട്, രാഷ്ട്രീയം മറന്ന്. അതിൽ DYFIക്കാരുണ്ട്, CPMകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJPക്കാരുണ്ട്. അതിലിനി തർക്കിച്ചിട്ട് കാര്യമില്ല. സജീവൻ, തീർച്ചയായിട്ടും ഇപ്പോൾ ചിത്രരഞ്ജൻ പറഞ്ഞ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഷാജി കൃത്യമായി പറഞ്ഞല്ലോ ഇന്ന ആളുകളാണ് സമരരംഗത്ത് ഇന്നുള്ളതെന്ന്. വളരെ കൃത്യമാണ്. ഇവിടെയാണ് പ്രശ്നം. ഇത് സർക്കാർ ഷാജി പറഞ്ഞ എനിക്ക് വളരെ കൗതുകകരമായ സർക്കാരിനെതിരായ ആലപ്പാടിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. അത് അവർ പറയുന്നതല്ലേ, അവരല്ലേ പറയുന്നത്. ഞാനോ ചിത്രരഞ്ജൻ അത് കാലം തെളിയിക്കട്ടെ. അങ്ങനെ വിട്ടുകൊടുക്കാവുന്ന പ്രശ്നമല്ല. കാലം തെളിയിക്കട്ടെ. പൂർണ്ണ പിന്തുണ ഞാൻ തർക്കിക്കാനില്ല.
ആ കാര്യത്തിലൊന്നും ഒരു തർക്കിക്കാനൊരു വാശിക്കൊന്നും നമ്മളില്ല. ആലപ്പാട്ടത്തെ ജനങ്ങൾക്ക് ആലപ്പാട്ടത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. വ്യവസായ മന്ത്രിക്ക് മാത്രമാണ്. അല്ല, മന്ത്രി ജി സുധാകരനില്ല. ഇല്ല, അങ്ങനെയല്ല. കൊല്ലം ഘടകത്തിനില്ല. നിങ്ങൾ വാർത്തയെ വളച്ചൊടിക്കുകയാണ്. നിങ്ങൾ ഇല്ലാത്ത അർത്ഥങ്ങൾ. അതൊക്കെ പഴയ കാലത്ത് അദ്ദേഹം പറയുന്നത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കില്ലേ ചിത്രരഞ്ജൻ? ഇന്നലെ അദ്ദേഹം പറഞ്ഞ എല്ലാവരും കേട്ടതല്ലേ? ഇന്ന് പറഞ്ഞതും കേട്ടല്ലോ. വേണ്ട, എനിക്ക് കേൾക്കണ്ട, ഞാൻ കേട്ടോണ്ടിരിക്കുക. അറിയാമോ? അദ്ദേഹം NGO യൂണിയന്റെ നേതാവാണ്. അദ്ദേഹം CPM-ന്റെ നേതാവാണ്. അദ്ദേഹം പക്ഷേ സേവ് ആലപ്പാടിന്റെ ഭാഗമാണ്. ശ്രീകുമാർ CPI കാരനാണ്, പക്ഷേ സേവ് ആലപ്പാടിന്റെ ഭാഗമാണ്. ഇപ്പൊ പറഞ്ഞ ഷാജി ഷൺമുഖൻ CPM-ന്റെ നേതാവാണ്. അദ്ദേഹം NGO യൂണിയന്റെ നേതാവാണ്. അദ്ദേഹം സേവ് ആലപ്പാടിന്റെ ഫോറത്തിലാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഷാജി ഷൺമുഖൻ പറഞ്ഞതിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അവരുടെ ഒന്നും രാഷ്ട്രീയം നമ്മൾ എടുക്കേണ്ട. അതൊരു 2 വർഷമാണല്ലോ അല്ലാതെ ഗവൺമെന്റിന്റെ ആൾക്കാരാണല്ലോ ആലപ്പാടിലെ ജനങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത്. ഇതിനു മുമ്പ് ഉണ്ടാക്കി വെച്ചിരുന്ന കരാറുകൾ എന്തുകൊണ്ട് നടപ്പിലാക്കിക്കാൻ IRA-യുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ രാഷ്ട്രീയം പറയുന്നത് അദ്ദേഹം അതുകൊണ്ട് അതിലേക്ക് വിട്ടിരുന്ന ആളാണ്. എവിടെ പോയിരുന്നു? ഈ MP എവിടെ പോയിരുന്നു? എന്ത് കാണിച്ചതാ പറയുന്നത്? നിങ്ങളിപ്പോ പാർലമെന്റ് ഇലക്ഷൻ വരാൻ പോയതുകൊണ്ട് മാത്രമല്ല ശക്തമായ നിലപാട് സ്വീകരിക്കണ്ടേ? കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമല്ല IRA. ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഒരു എഗ്രിമെന്റ് വ്യതിചലിച്ചാണ്. ശക്തിധരൻ, ഞാൻ വരാം. ഈ ബഹളത്തിനിടയിൽ ഞാൻ വരാം. ജ്യോതികുമാർ ചാമക്കാല, അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ നിരന്തരം നിയമലംഘനം നടത്തുന്നത് IRA-ലാണ്, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം. ചിത്രരഞ്ജന പ്രശ്നമാണ്. അതിൽ ഈ സർക്കാരിന്റെ നിയമസഭാ സമിതിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്ന വീഴ്ച ആരോപിക്കുമ്പോൾ തന്നെ MP എന്ന നിലയിൽ KC വേണുഗോപാൽ എന്തു ചെയ്തു എന്നൊരു ചോദ്യം ചിത്രരഞ്ജൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. വളരെ കൃത്യമായ ഇടപെടലിന്റെ വിവരങ്ങൾ നൽകാൻ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് കഴിയുമോ? 2014 MP കൊല്ലം കളക്ടറെ ഉൾപ്പെടെ വിളിച്ചു ചേർത്തുകൊണ്ട് മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. അതിനകത്ത് തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കടൽ ഭിത്തികൾ കെട്ടണമെന്നും അതുപോലെ തന്നെ പുലിമുട്ട് അതല്ലല്ലോ ഞാൻ ചോദിച്ചതല്ല. MP നിർത്താൻ എന്തു ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്ന IRA-ലിനെ ആലപ്പാട് നിവാസികളെ സംബന്ധിച്ച് എന്താ ചെയ്യേണ്ടത്? അവിടെ ഖനനം നിലനിർത്തണം, ഖനനം തടസ്സപ്പെടുത്തണം. ഖനനം തടസ്സപ്പെടുത്തണമെങ്കിൽ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യണമെന്ന് തീരുമാനിച്ചതാണ്. ആ പുലിമുട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ യെസ് ശരത്ത ഒന്ന് സംസാരിക്കാൻ അനുവദിക്കുന്നേ. ഞങ്ങളെ പോലെ ശരത്തോട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അവിടെ ആ IRA-യുടെ മുമ്പിൽ മാത്രമാണ് പുലിമുട്ട് നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. അവിടെയാണ് മന്ത്രി പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവിടെ MP പോയിരുന്നത്. IRA-യുടെ ഫാക്ടറി സംരക്ഷിക്കാൻ മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത്. 1. 2, ഞാൻ ചോദിക്കട്ടെ, 2017 ഇപ്പോഴത്തെ നിയമസഭാ സമിതി വെച്ച റിപ്പോർട്ട് ഉണ്ടല്ലോ, നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി വെച്ച റിപ്പോർട്ട് എവിടെ? ഇനി 2017 വനം പരിസ്ഥിതി മന്ത്രാലയത്തിലെ ഉത്തരവുണ്ട്. നിങ്ങളുടെ സർക്കാർ നടപ്പിലാക്കിയോ? അപ്പൊ നിങ്ങൾ പഴയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതെ ഇപ്പം നിങ്ങൾ നടപ്പിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച്, പരിസ്ഥിതി കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ സംബന്ധിച്ച് നിങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടോ? അന്ന് 2014 തീരുമാനങ്ങളെ സംബന്ധിച്ച് വരുതിക്ക് നിർത്താൻ ഒരു MPക്ക് ചെയ്യുന്നതിന് പരിമിതികൾ ഉണ്ടാവാം. പക്ഷേ പ്രകടമായി എന്ത് ചെയ്തു എന്നൊരു ചോദ്യം തിരിച്ചു വരുന്നു എന്ന് ഞാൻ മാത്രമേ പറഞ്ഞുള്ളൂ. ശ്രീ SR ശക്തിധരൻ, പൊതുമേഖലാ സ്ഥാപനത്തെ സംബന്ധിച്ച് അല്ലല്ല ശരത്തെ അതിനകത്തൊരു കാര്യം ഉണ്ടല്ലോ. ഒറ്റ കാര്യം പൊതുമേഖലാ സ്ഥാപനത്തെ വരുതിക്ക് നിർത്തുമ്പോൾ നിങ്ങൾ പറയുന്നത് കരിമണൽ ഖനനം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അവിടെ ഖനനം നടത്തുന്നു. ആ ശാസ്ത്രീയമായി നിങ്ങൾ പറഞ്ഞ സീ വാഷിങ്ങും ഡീപ്പ് മൈനിങ്ങും നടക്കുമ്പോൾ അവിടെ നേരത്തെ നടത്തിയിരുന്നത് മാനുവലായിട്ടായിരുന്നെങ്കിൽ ഇപ്പം മെഷീനറികളുടെ സഹായത്തോടുകൂടിയാണ്. ഇത്രയും വലിയ മെഷീനറികൾ കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിൽ ഡീപ്പ് മൈനിങ് നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പരിസ്ഥിതി ആഘാതത്തെ കുറിച്ച് പഠിക്കണം. അത് നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോഴും പരിസ്ഥിതി കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഓർഡറുണ്ട്, ഉത്തരവുണ്ട്. അത് നടപ്പാക്കേണ്ടതെല്ലാം 2017 വന്നതാണ്. അതൊന്നും നടപ്പിലാവുന്നില്ല. ആ വീഴ്ചകളും പ്രശ്നങ്ങളുമാണ് ഈ സമരം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ശ്രീ SR ശക്തിധരൻ, ഈ തർക്കത്തിനിടയിൽ ജനങ്ങൾ 2016 മെയ് വരെ എല്ലാം ഭദ്രമായിരുന്നോ? അല്ല ശ്രീ അല്ല, ഒന്ന് പറഞ്ഞോട്ടെ. അതിനൊരു തുടർച്ചയുടെ പ്രശ്നം തന്നെയാണത്. 2017 മുതൽ പരിസ്ഥിതി റിപ്പോർട്ട് നടപ്പിലാക്കാതെ മുന്നോട്ട് പോയത് 16 മെയ് വരെ എല്ലാ കാര്യവും ഭദ്രമായിരുന്നതാണ്. പക്ഷേ ചിത്രരഞ്ജൻ, ഈ നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ റിപ്പോർട്ട് വന്നതെന്നാണ്
നിങ്ങളുടെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ വരാം. ഞങ്ങളുടെ രാഷ്ട്രീയം പറയുന്നത് ഞങ്ങൾക്ക് ഒത്തിരി രാഷ്ട്രീയം അങ്ങോട്ട് പറയേണ്ടി വരും. 2017 അതെ അതെ, ആലപ്പാടുകാരോടുള്ള ഇപ്പോഴത്തെ പ്രേമം കാണുമ്പോൾ ഈ നിയമസഭാ പരിസ്ഥിതി അതെ അതെ ഈ വിഷയം മുന്നോട്ട് പോകുന്ന ഗതി കാണുമ്പോൾ, അതിന്റെ ഒരു അവസ്ഥ കാണുമ്പോൾ ശ്രീ എസ്.ആർ. ശക്തിധരൻ എന്താണ് തോന്നുന്നത്? ജനങ്ങൾ ഒറ്റക്കെട്ടാണ്, അതിൽ തർക്കമൊന്നുമില്ല. അതിൽ വ്യത്യസ്ത നിലപാട് രാഷ്ട്രീയമുള്ള ആളുകൾ പോലും ആ പ്രദേശത്ത് നിന്ന് പറയുന്നുണ്ട്. ഈ തൊഴിലാളികളല്ലാത്ത, ഈ കമ്പനിയിലെ തൊഴിലാളികളല്ലാത്ത മുഴുവൻ ആലപ്പാട്ടുകാരുടെയും പിന്തുണയുണ്ട് എന്ന് വ്യക്തമായ ഒരു സമരം അവിടെ നടക്കുകയാണ്. ജനകീയ സമരമാണത്. സമരമൊക്കെ ജനകീയം തന്നെ, അതിലൊന്നും എനിക്ക് യാതൊരു തർക്കവുമില്ല. ഇവിടെ പ്രശ്നം അതല്ല. ഞാൻ ഈ ചർച്ചയിൽ ഒരു വണ്ടിയുടെ 5-ാം ചക്രം പോലും അനാവശ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ കരിമണൽ കൊള്ള എത്രയോ കാലമായി അവിടെ നടക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയമൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മന്ത്രി അതിൻ്റെ അർത്ഥത്തിൽ അത് ചില തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, ഇപ്പോൾ ഇ.പി. ജയരാജനായതുകൊണ്ട് എന്തും വ്യാഖ്യാനിക്കാമെന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മുടെ ചർച്ചകൾ മാറുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തും പറയാവുന്നതല്ല. അദ്ദേഹം പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോട് എതിർപ്പ് ഇപ്പോൾ മാത്രമല്ലല്ലോ, നേരത്തെ മുതൽക്ക് തന്നെ ഇവിടുത്തെ ജനങ്ങൾക്കുള്ളതാണ്. അവിടെ നിന്ന് കരിമണൽ കൊള്ളയായി അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയിരുന്ന കാലത്ത് ഈ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ നേതാക്കന്മാരും ഇവിടുത്തെ വലിയ നിഷ്പക്ഷപതികളും ഒക്കെ അതിനെ കണ്ടില്ല എന്ന് നടിച്ച ഒരു ചരിത്രമാണ് ആലപ്പാടുള്ളതെന്ന് നാം മറന്നു പോകരുത്. അത് ആരും വിസ്മരിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് ഇപ്പോൾ പുതുതായി കടന്ന് ഞങ്ങളെല്ലാവരുമാണ് ഇതെല്ലാം കൂടി രക്ഷിക്കാൻ പോകുന്നതെന്നുള്ള അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങരുത്. അവിടെ ഈ പറഞ്ഞ പോലെ ജനങ്ങൾക്കുള്ള ഭയാശങ്കകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും അതിന് നിർദ്ദേശങ്ങൾ നൽകാനും ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനാണ്. ഗവൺമെൻറ് ആ കാര്യം കൃത്യമായി ചെയ്യണം എന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് ഈ ഗവൺമെന്റിൽ അവിശ്വാസം കേൾക്കുന്നുണ്ടല്ലോ. വളരെ അത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതല്ലേ? മന്ത്രിമാർ പലരും പല സ്വരത്തിൽ സംസാരിക്കുന്നു. CPI സംസ്ഥാന സെക്രട്ടറി എന്റെ വെറുതെ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഇതിനകത്ത് കയറിയിരുന്ന് നിങ്ങളെ വ്യത്യസ്ത സ്വരം പറയുന്നതല്ലേ? അവിടെ നടന്നത് മുഴുവൻ അവിടുത്തെ ആളുകൾക്ക് എല്ലാം അറിയാവുന്നതാണ്. പക്ഷേ അവിടെ ഈ കൊള്ള തമിഴ്നാട് മണൽ കടത്തിയതിന്റെ എന്നുള്ള കാര്യം ഒരു വിദഗ്ധമായ പരിശോധന നടത്തണമെന്നുള്ളതാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ അത് നടപ്പായോ? ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്തുണ്ടല്ലോ. ഖനനത്തിന് ശേഷം ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ അളവിൽ വീണ്ടെടുപ്പ് വേണം, പാലിച്ചിട്ടില്ല. മണൽക്കുന്നുകളില്ലാതായി, ശുദ്ധജലമില്ല, മാസ്റ്റർ പ്ലാൻ നടപ്പാക്കണം. സമിതിയുടെ ശുപാർശകളാണ് എസ്.ആർ. ശക്തിധരൻ. ശരത്തെ ഇത്തരത്തിലുള്ള പരാധീനതകൾ മുഴുവൻ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണല്ലോ അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ഈ സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റു വിധത്തിലുള്ള പ്രേരക ശക്തികൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. കാരണം നിങ്ങൾ തന്നെ സമ്മതിക്കുകയും ആ സമരം ചെയ്യുന്നവരെ ഇങ്ങനെ സംശയിച്ച് അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നത് സമര പാരമ്പര്യമുള്ള കേരളത്തിന് ചേർന്നതാണോ? ഈ പ്രശ്നങ്ങളെല്ലാം ശരിയാണ്. സമരത്തിന് ചർച്ച വെച്ചിട്ടുണ്ട് 16-ാം തീയതി അല്ലേ? ചർച്ച വെച്ചിട്ടില്ല. ഇത് വെറുതെ ഇപ്പൊ തൽക്കാലം രാഷ്ട്രീയം വ്യത്യസ്തമായ അഭിപ്രായം അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഔദ്യോഗികമായിട്ട് അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ? അല്ല, മന്ത്രി എന്നുള്ള നമ്മളെല്ലാവരും കേട്ടതാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാകില്ല. അല്ല, മന്ത്രിക്ക് അങ്ങനെയല്ലാതെ വേറൊരു തരത്തിൽ പറയാൻ സാധിക്കില്ല. അതിനൊരു പരിഹാര മാർഗം എന്ന് പറയുന്നത് ചർച്ചയാണ്. ആ ചർച്ചയിലേക്ക് ഗവൺമെന്റിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ആലപ്പാട്ട് ജനങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഞാൻ ഒരൊറ്റ കാര്യം, ശ്രീ എസ്.ആർ. ശക്തിധരൻ, ഇപ്പോൾ വികാരപരമായി അവരുടെ ജീവിത പ്രശ്നമാണ്. ആ ജീവിത പ്രശ്നത്തേക്ക് കാര്യങ്ങൾ വന്നാൽ ആരും സമരം ചെയ്തു പോകും, ആരും വികാരപരമായി സമീപിച്ചു പോകും, അതിലൊന്നും തർക്കമില്ലല്ലോ. അങ്ങനെ ഒരു സമരരംഗത്ത് അവർ നിൽക്കുമ്പോൾ മേഴ്സിക്കുട്ടിയമ്മയും ജി സുധാകരനും ഒക്കെ അത് മനസ്സിലാക്കിയ ഒരു അഭിപ്രായം പറയുമ്പോൾ അവർ വികാരപരമായിട്ടായിരിക്കാം ഖനനം നിർത്താതെ ചർച്ചയില്ല എന്ന് പറയുമ്പോൾ ഷാജി ഷൺമുഖൻ പറഞ്ഞ പോലെ അതൊക്കെ നമുക്ക് സംസാരിച്ച് മയപ്പെടുത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എടുത്തടിച്ച പോലെ അങ്ങനെയൊക്കെയുള്ള ചിന്തയുമായി ആരും ഇങ്ങോട്ട് ചർച്ചയ്ക്ക് വരണ്ട എന്ന മട്ടിലാണോ വ്യവസായ മന്ത്രി അഭിപ്രായം പറയേണ്ടത്?
അല്ല, വ്യവസായ മന്ത്രി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ആ അഭിപ്രായത്തിൽ അയാൾ അദ്ദേഹം മുഴുവൻ സമയം ഉറച്ചു നിൽക്കുന്നുണ്ടോ? തീരുമാനത്തിന്റെ പുറകെ പോവുക എന്നുള്ളതാണ് വ്യവസായ മന്ത്രിയുടെ. വ്യവസായ മന്ത്രിയാണ് അദ്ദേഹം, വ്യവസായ മന്ത്രി, അദ്ദേഹത്തിന്റെ കീഴിലാണ് ഇത് വരുന്നത്. ഈ കരിമണൽ ഖനനം മൂലം അവിടെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവരത് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെടാത്ത അവസ്ഥയുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തും എന്നുള്ളത് തരത്തിൽ അവർ ഉറച്ചു നിന്ന് സമരത്തിലേക്ക് പോകുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ആ രീതിയിലുള്ള രാഷ്ട്രീയം കാണണ്ട. ഇതിൻ്റെ ഒരു പരിഹാര മാർഗം എന്തെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സമരസമിതിക്കാരുമായിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് 16-ാം തീയതി ചർച്ച നടക്കാൻ പോകുന്നു. ഈ പോയിന്റിൽ ശ്രീ എ സജീവൻ, ശ്രീ എസ് ആർ ശക്തിധരനോട് എത്രമാത്രം താങ്കൾ വിയോജിക്കും? ഒരു കമന്റ്. അല്ല, ഇതില് എസ് ആർ ശക്തിധരൻ പറയുന്നത് നമ്മൾ മന്ത്രി പറയുന്നത് മുഴുവൻ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളുന്നതാണല്ലോ. പക്ഷെ അതല്ല പ്രശ്നം. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ കീഴാറ്റൂർ സമരം പോലെയും ജിഷ്ണു പ്രണോയുടെ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പോലെയൊക്കെ സർക്കാരുമായി ഒരു ബന്ധവുമില്ലാത്ത, സർക്കാരിനെതിരെ അല്ലാത്ത ഒരു സമരത്തെ തങ്ങൾക്കെതിരായിട്ട് വ്യാഖ്യാനിക്കുകയും അങ്ങനെ ഇത് സമരം പൂർണ്ണമായിട്ട് തങ്ങൾക്കെതിരായിട്ട് മാറ്റുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ജിഷ്ണു പ്രണോയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നവും സർക്കാരിനെതിരായിരുന്നില്ലല്ലോ. അവസാന ഘട്ടം വരെ ഇങ്ങനെ ഒടുവിൽ ജിഷ്ണു പ്രണോയുടെ വീട് അവർക്ക് വേണ്ട എല്ലാ തരത്തിലേക്ക് സർക്കാർ അനുകൂലമായിട്ട് പിന്നീട് പോകുന്നു, പാർട്ടി പോകുന്നു. അത് അവസാന ഘട്ടത്തിൽ. പക്ഷേ ചീത്തപ്പേരും മുഴുവൻ വാങ്ങിയെടുത്തതിന് ശേഷം ഈ കീഴാറ്റൂർ സമരം ഇതേപോലെ ആയിരുന്നില്ലേ? അവിടെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഈ ദേശീയ പാത ഇതുമായിട്ട് അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം അത് സംസ്ഥാന സർക്കാർ ഏറ്റുവാങ്ങുകയായിരുന്നു. ഇവിടെ നോക്കി, ഇവിടെ ഷാജി നേരത്തെ ഈ സർക്കാർ പരിഹരിക്കുമെന്നുള്ള വിശ്വാസമുണ്ട് എന്ന് വരെ പറയുന്നു. അല്ല ഞാനൊന്ന് ഞാനൊന്ന് പറയട്ടെ. അപ്പം ഇത് ഷാജി പറഞ്ഞു. അപ്പം സർക്കാരിനോട് അവർക്ക് വിരോധമില്ല. പിന്നെയാണ് ഞാൻ പറയുന്നത് മറ്റുള്ള ആളുകൾ. അപ്പോൾ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല, നല്ലത്, മൗനം പാലിക്കുന്നു. മറ്റ് മന്ത്രിമാർ ഏതാണ്ട് അനുകൂലമായ രീതിയിൽ പ്രതികരിക്കുന്നു. ഇവിടെ EP ജയരാജൻ പറയുന്നത് എന്താണ്? ഇതിൻ്റെ പിന്നിൽ എന്തോ ദുഷ്ടലാക്കുണ്ട് എന്ന്. ഇവിടെയുള്ള 99% ആളുകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും ഇതിനോടനുബന്ധിച്ചിട്ട് നിൽക്കുന്ന ആലപ്പാട്ട് ജനങ്ങൾ മുഴുവൻ ഇവിടുത്തെ തൊഴിലാളികളില്ലാത്ത, IREL തൊഴിലാളികളില്ലാത്ത എല്ലാവരും ഉണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ മറ്റെന്തോ താല്പര്യം, അവിടെയുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിനെ വേറെ മോശമായ രീതിയിലേക്ക് ചിത്രീകരിക്കാതിരിക്കുകയും ചെയ്യണ്ടേ? ചർച്ചയ്ക്ക് നിങ്ങൾ ഇത് പ്രവർത്തനം നിർത്തിയിട്ടോ പ്രവർത്തനം നിർത്താതെ എങ്ങനെയും ചർച്ചയാകും. അതിന്റെ രീതിയിലേക്ക് വരുമ്പോൾ പറയേണ്ട കാര്യമാണ്. പക്ഷേ ഇതിനെ ഒരു മന്ത്രി, പ്രത്യേകിച്ച് ആ വകുപ്പ് മന്ത്രി മോശമായി ചിത്രീകരിക്കുമ്പോൾ അത് തെറ്റായ കാര്യമാണ്. അത് സർക്കാരിനെതിരായിട്ടൊരു മനോഭാവം ഉണ്ടാക്കിയെടുക്കലാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനം. ശ്രീ സജീവൻ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം അതാണ്. ഞാൻ 4 പേരിലേക്കും വേഗം മടങ്ങി വരാം. ഒരു ചെറിയ ഇടവേള. പ്രൈം ഡിബേറ്റ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സർക്കാർ ജനങ്ങളുടെ സ്വാഭാവിക പ്രതിഷേധത്തെ സ്വയം സർക്കാരിനെതിരായ പ്രതിഷേധമാക്കി ക്ഷണിച്ചു വരുത്തി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അത്തരം ഒരു വലിയ സംഭാവന വ്യവസായ മന്ത്രി അതിൽ ചെയ്യുകയാണ് എന്ന വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. ഈ സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് ഒന്ന് ചുരുക്കി ശ്രീ PP ചിത്തരഞ്ജൻ, ആ പ്രദേശത്ത് ഈ IRELും നാട്ടുകാരും തമ്മിലൊരു ലീസ് വ്യവസ്ഥയിലല്ലേ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയം നടന്നു വരുന്നത്? അവിടെയല്ലേ ഈ ഖനനം നടന്നുകൊണ്ടിരിക്കുന്നത്? ആ ബന്ധം ആ കമ്പനിയുമായി ആ നാട്ടുകാർക്കുണ്ടെങ്കിൽ അവർ തന്നെയാണല്ലോ ഇപ്പോൾ പറയുന്നത് ഈ നാടിനെ ഇല്ലാതാക്കുന്നു. അവർക്ക് സാമ്പത്തിക വരുമാനമുണ്ടാക്കുന്ന ലീസ് ഉണ്ടായിട്ട് പോലും അവർ യഥാർത്ഥത്തിൽ ഈ കമ്പനിക്കെതിരെ നിൽക്കുന്നുവെങ്കിൽ അതിലെന്തോ ചില കാര്യങ്ങളില്ലേ? അത് സർക്കാർ സൂക്ഷ്മമായി വിലയിരുത്തണ്ടേ? അല്ല, ഇതിനകത്ത് IRE അവരുടെ ചുമതല കൃത്യമായി നിർവഹിച്ചിട്ടില്ല എന്ന കടുത്ത വിമർശനം തന്നെയാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. അതിനകത്തൊന്നും ഞങ്ങൾ മാറുന്നില്ല. കാരണം എന്തുകൊണ്ട്? ഇതിൻ്റെ കരാർ അനുസരിച്ച് ഇവർ ഖനനം നടത്തുന്നതിന് 15% മുതൽ 20% വരെയാണ് ഈ കരിമണൽ കിട്ടുന്നത്. ബാക്കി വരുന്ന വെള്ളമണ്ണ് അവിടെ തന്നെയാണ് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത്. അവിടെ ഡിപ്പോസിറ്റ് ചെയ്ത് സൂക്ഷിക്കുന്നതിന് പകരം ആ കാര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനങ്ങൾക്ക് വ്യത്യസ്തമായി ഈ IRE പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ ഖനനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള എഗ്രിമെൻ്റ് പ്രകാരം അവിടുത്തെ വികസനപരമായ കാര്യങ്ങളോട് അവർ കാണിക്കേണ്ടിയിരുന്ന ചില കാര്യങ്ങൾ ചെയ്യുവാൻ അവർ തയ്യാറായിട്ടില്ല. അപ്പം ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നതിനപ്പുറത്തേക്ക് ജനങ്ങളിടയിൽ ഭീതി പരത്താൻ കഴിയുന്ന നിലയിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ അത് പരിഹരിച്ചുകൊണ്ട് തന്നെ പോകണമെന്നാണ് നാട്ടുകാരോടൊപ്പമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ലീസ് വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ വികസനം ഉറപ്പാക്കുക,
കര വീണ്ടെടുക്കുക, ഇത്തരം കാര്യങ്ങൾക്ക് സർക്കാർ മധ്യസ്ഥതയിൽ ഒരു ഉറപ്പ് വാങ്ങിച്ച് ഈ കമ്പനിയെ കൊണ്ട് ജയിക്കുകയല്ലേ വേണ്ടത്? അല്ല, ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ മുന്നിൽ ഗൗരവമായി പ്രശ്നം ഇന്ന് ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ അതാണ് ബഹുമാനപ്പെട്ട നമ്മുടെ വ്യവസായ മന്ത്രി പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ നിന്നുള്ളവരുടെ ഒന്നും വേണ്ടതുപോലെയുള്ള ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ഈ സമരത്തിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലൂടെ എല്ലാം പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് ഗവൺമെന്റ് വിളിച്ച് ഒരു ചർച്ച നടത്തി ഈ ആലപ്പാട്ടത്തിലെ ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അതിനൊരു പാക്കേജ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1 സെന്റ് ഭൂമിക്ക് 55,000 രൂപയാണ് ലീസ് വ്യവസ്ഥ അനുസരിച്ച് വാങ്ങുന്നത്. നാട്ടുകാർക്ക് കൊടുക്കുക. അത് ധാരണയാണ്, ദീർഘകാലം 963 ഈ ഖനനം ആരംഭിക്കുന്നത്. വീടിന് PWD നിശ്ചയിക്കുന്ന വിലയാണ്, ഫലവൃക്ഷാദികൾക്കും അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നിശ്ചയിക്കുന്ന വിലയാണ്. ഈ പൈസ ആൾക്കാർക്ക് കമ്പനി കൊടുക്കണം. അവിടെ ആ ഭൂമിയിലേക്ക് അവർ ഖനനം നടത്തും. അത് കഴിഞ്ഞാൽ ഈ ഭൂമി തിരിച്ച് ഈ ആൾക്കാർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. ഇവിടെയെല്ലാം കുറെ കാലതാമസം വരുന്നുണ്ട്. ഈ ഭൂമി തിരിച്ച് ആൾക്കാർക്ക് കൊടുക്കുന്ന കാര്യത്തിലെല്ലാം ഗവൺമെന്റ് കേന്ദ്ര അങ്ങോട്ട് ഒരു അഗ്രിമെന്റ് എഴുതി പിന്നീട് ഇങ്ങോട്ട് മറിച്ചെഴുതുന്നതിനെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലതാമസങ്ങളുണ്ട്. അതെല്ലാം ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ ഈ തുക വർദ്ധിപ്പിച്ചു കൊടുക്കാൻ കമ്പനി തയ്യാറാകണമെന്നെങ്കിൽ അത് ഡിമാൻഡ് അവരങ്ങനെ വെച്ചിട്ടില്ല, ഞാൻ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ആലപ്പാട്ടിലെ സമരസമിതി മുന്നോട്ട് വെച്ചത് തുക വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ളതല്ല, അവർ ആ കര സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചർച്ചയിലൂടെ അത് വർദ്ധിപ്പിച്ചു കൊടുക്കണമെങ്കിൽ വർദ്ധിപ്പിച്ചു കൊടുക്കണം, ആ കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്നെന്താ, അവിടെ ഈ 1/2 കിലോമീറ്ററോളം വരുന്ന ഭാഗത്ത് കടൽഭിത്തി, ആ കടൽഭിത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം, തർക്കമില്ല. അതുപോലെ പുലിമുട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ IRUമായി എല്ലാമായി ഉണ്ടാക്കിയിട്ടുള്ള കരാറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് പുലിമുട്ട് നിർമ്മാണം നടത്തണം. ഈ കാര്യത്തിൽ നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കുറവുകൾ, ന്യൂനതകൾ അടിയന്തരമായി പരിഹരിച്ചുകൊണ്ട് തന്നെ ആ നാട്ടിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അതിനാണ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്, അല്ല വേറൊന്നിനുമല്ല. ഏതാണ്ട് ഇപ്പോൾ കുറച്ചുകൂടി ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. മന്ത്രി രാവിലെ സംസാരിച്ചു വരുമ്പോൾ ഈ കാർക്കശ്യത്തിന്റെയും കടുംപിടുത്തത്തിന്റെയും ഒരു സ്വരം അതിൽ വല്ലാതെ ഉണ്ടായിരുന്നു. ഈ ജ്യോതികുമാർ ചാമക്കാല, ഈ വിഷയങ്ങളിലൊന്നും ആർക്കും തമ്മിൽ തർക്കമില്ല, രാഷ്ട്രീയ പ്രശ്നവുമല്ല. അതുകൊണ്ട് തന്നെ ഇത് സർക്കാർ മുൻകൈയിൽ ഈ കമ്പനിയെയും ജനങ്ങളെയും വിശ്വാസത്തിലെടുത്ത് ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം സർക്കാർ ഈ ചർച്ചകളിൽ ചെയ്യണം. ഖനനം നിർത്തിവെച്ച് തന്നെ ആ ചർച്ച ഉണ്ടാവണമോ? ഞാൻ ആദ്യം ചോദിച്ചല്ലോ, അതിൽ കോൺഗ്രസിന്റെ നിലപാടെന്താ? ശരത്ത്, ഇതിനകത്ത് അടിയന്തര പ്രാധാന്യമുള്ളൊരു വിഷയം ഇത് ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ ഇത്രയും അവിടുത്തെ സ്ഥലവാസികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചെയ്യുമെന്നൊക്കെ ചിത്തരഞ്ജൻ പറയുമ്പോൾ മറ്റന്നാൾ അവർ വിളിച്ചു എന്ന് പറയപ്പെടുന്ന ആ ചർച്ചയ്ക്ക് ഈ സേവ് ആലപ്പാടിനെ വിളിച്ചിട്ടുണ്ടോ? ആദ്യം ചിത്തരഞ്ജൻ അതിനൊന്ന് മറുപടി പറയട്ടെ. വിളിച്ചിട്ടില്ലേ? അവിടെ അല്ലല്ല അങ്ങനെയൊന്നും അല്ല. സേവ് ആലപ്പാട് കഴിഞ്ഞ 75 ദിവസമായി അവിടെ സമരം നടത്തുന്ന ഒരു സമരസമിതി, ആ സമരസമിതിയിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉണ്ടായിരിക്കെ ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി സമരം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് മന്ത്രി ക്ഷണിച്ചപ്പോൾ ആ സമരസമിതിയെ ക്ഷണിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അവിടെയാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ്. ഒന്ന്, അത് അടിസ്ഥാനപരമായ വിഷയമല്ലേ? ഞാൻ ചോദിക്കട്ടെ, അതിനകത്ത് പിന്നെ ആർക്കെങ്കിലും വിരുദ്ധമായ അഭിപ്രായം പറയാൻ കഴിയുമോ? ശരത്തിന് വിരുദ്ധ അഭിപ്രായമുണ്ടോ? ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരെ വിളിച്ചിട്ടേ ഇല്ലാന്നേ, ഈ നിമിഷം വരെ വിളിച്ചിട്ടില്ല. അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. പക്ഷേ അതിനൊരു സംഘടനാ സംവിധാനം കാര്യങ്ങളായി കാണുക. അടിസ്ഥാനപരമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിളിക്കുന്നേ. നിങ്ങൾ വിളിച്ചോ അത് ഉദ്യോഗസ്ഥ സമരസമിതിക്ക് നിങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ടോ? സമരസമിതിക്ക് നിങ്ങൾ കത്ത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സമരം എന്തിന്റെ പേരിലാണ്? അവിടുത്തെ MLA നിങ്ങളുടെ ഉൾപ്പെടെ ചാനലുകളിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഞാൻ പോയി ആവശ്യപ്പെട്ടതനുസരിച്ച് അവിടുത്തെ പ്രദേശത്തെ MLA ഉൾപ്പെടെ പോയി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സമരസമിതിയെ വിളിച്ച് ചർച്ചയ്ക്ക് വിളിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പൊ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ വിളിക്കേണ്ടതില്ല. ഒന്ന്. രണ്ട്, അവിടെ ശാസ്ത്രീയമായ ഖനനത്തെ കുറിച്ചൊക്കെ ഒരു ഘോരഘോരം പറയുന്നുണ്ട്. ഒന്ന് നിർത്തുന്നേ ചിത്രഞ്ജൻ. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഒറ്റ മിണ്ടില്ലല്ലോ. നിങ്ങളൊന്ന് നിർത്ത്. നിങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ ആ പ്രദേശവാസികളെ കുറിച്ച് പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടതല്ലേ. ഇപ്പൊ തന്നെ നിങ്ങളിലേക്ക് EP ജയരാജന്റെ പ്രേതം കൂടിയിരിക്കുകയാണ്. സ്വാഭാവികമാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ ജ്യോതികുമാറിന്റെ പ്രേമം കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷം തോന്നുകയാണ്. ഞാൻ പറഞ്ഞു തീരട്ടെ. SRSനെ സംബന്ധിച്ച് അല്ല നിങ്ങൾക്ക് പറയാനൊന്നും ഇല്ലെന്നേ. നിങ്ങൾക്ക് ഈ കാര്യത്തൊന്നും പറയാനില്ല. ആരെയും പുലഭ്യം പറയാൻ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമുള്ളൂ. നിങ്ങൾക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല. ഒന്ന്, SRS പറഞ്ഞു പോയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു മന്ത്രിമാർ തമ്മിൽ യാതൊരു യോജിപ്പില്ല ഈ വിഷയത്തിൽ.
ഒരു ഭാഗത്ത് മേഴ്സിക്കുട്ടിയമ്മ മറ്റൊന്ന് പറയുന്നു, ഇപ്പുറത്ത് ജി സുധാകരൻ മറ്റൊന്ന് പറയുന്നു, തൊട്ടിപ്പുറത്ത് ഞാനൊന്ന് പറയട്ടെ, വ്യവസായ മന്ത്രി അഴിച്ചുവിട്ട കോഴിയെ പോലെ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും മന്ത്രിസഭയിലെ അംഗങ്ങളും പരസ്പര വിരുദ്ധമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി ഞങ്ങൾ പ്രതിപക്ഷത്താണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പറയൂ. സർക്കാരിന്റെ സമീപനത്തിൽ അവിടെയാണ് SR ശക്തിധരൻ നമ്മൾ ഈ തർക്കത്തിനിടയിൽ താങ്കളിൽ ഈ ചർച്ച അവസാനിപ്പിക്കുക. അതായത് ഈ സമരക്കാരെ സേവ് ആലപ്പാട് സംഘടനാ സംവിധാനത്തെ വിളിക്കാതെ എങ്ങനെയാണ് സർക്കാർ ഈ പറഞ്ഞ ചർച്ചയുമായി മുന്നോട്ട് പോവുക? അതിൽ തന്നെ EP ജയരാജൻ ഇന്ന് പ്രകടിപ്പിച്ച അല്ലെങ്കിൽ തുടർച്ചയായി പ്രകടിപ്പിക്കുന്ന കടുംപിടുത്തത്തിന്റെ ഒരു പ്രകടമായ ലക്ഷണമല്ലേ ശ്രീ SR ശക്തിധരൻ? അല്ലെ, അവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അവർ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു പ്രഖ്യാപനം പറയുന്നത് ഞാൻ ചാനലുകളിലൂടെ കേട്ടു. അതെന്തുകൊണ്ടാണ്? അപ്പൊ അവരാരെങ്കിലും വിളിച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകളെ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞുള്ളത്. അവർ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വ്യവസായ മന്ത്രി പറഞ്ഞത്. അങ്ങനെയല്ല, അവർ അഡ്വാൻസ് ചെയ്ത് പറഞ്ഞു. അവരുടെ ഭാഗത്തു സർക്കാരിന്റെ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യണം. വ്യവസായ മന്ത്രി സമരസമിതി കാര്യങ്ങളെ ഉന്നതമായിട്ടുള്ള വിഷയങ്ങൾ ഗവൺമെന്റ് ചർച്ച ചെയ്യും. ആളല്ല സർക്കാർ. EP ജയരാജന്റെ കുടുംബകാര്യമല്ലത്, ഇതൊരു പൊതുസമൂഹത്തിന്റെ വിഷയമാണ്. അതാണ് ഇതിലെ പ്രശ്നം. വളരെ കൃത്യതയോടുകൂടെ ഗവൺമെന്റ് ഇതിനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ഈ സമരത്തുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറായത്, ചർച്ചയ്ക്ക് വിളിക്കാൻ തയ്യാറായത്. ഒരു തർക്കമില്ല. ഗവൺമെന്റ് ജനങ്ങളുടെ പക്ഷത്ത് തന്നെയാണ്. ഒരു കാര്യം, ജനങ്ങളും ഗവൺമെന്റ് ആലപ്പാട്ടത്തെ ജനങ്ങളോടൊപ്പം പ്രസ്ഥാനവും നിൽക്കുന്നത്. പക്ഷേ ശരിയാണ്, നമുക്ക് ആ പോയിന്റിൽ ഈ ചർച്ച നിർത്താം. പക്ഷേ വ്യവസായ മന്ത്രിയുടെ നിലപാടുകൾ ആ വാദത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് പ്രശ്നം. FB പോളിലൂടെ ഇപ്പോൾ ശ്രീ SR ശക്തിധരനും ശ്രീ ജ്യോതികുമാർ ചാമക്കാലയും ശ്രീ സജീവനും ശ്രീ PP ചിത്തരഞ്ജനും നിലപാടുകൾ വിശദീകരിച്ച് ഈ പ്രശ്നത്തിൽ ജനങ്ങളുടെ അഭിപ്രായം കൂടി നോക്കാം. ഫേസ്ബുക്ക് പോളിലാണ് മന്ത്രി EP ജയരാജന്റെ കടുംപിടുത്തത്തോട് യോജിപ്പുണ്ടോ യോജിപ്പില്ല എന്ന് 65% ആളുകൾക്കും ബോധ്യപ്പെടും വിധത്തിലാണ്, അഭിപ്രായം പ്രകടിപ്പിക്കാൻ വിധമാണ് ഈ വിഷയത്തിൽ വ്യവസായ മന്ത്രി പ്രതികരിച്ചുകൊണ്ടേയിരിക്കുന്നത്. എല്ലാവർക്കും വളരെയധികം നന്ദി പ്രൈം ഡിബേറ്റുമായി സഹകരിച്ചതിനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതിനും. വളരെയധികം നന്ദി ശ്രീ SR ശക്തിധരൻ, ശ്രീ സജീവൻ, ശ്രീ PP ചിത്തരഞ്ജൻ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.